ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി പെപ്പർ ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, 5 ചെറിയ ഉള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കണം. പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവോള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 700 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങൻ്റെ നീരും ഒഴിച്ചു കൊടുക്കാൻ. അവിടെ നാരങ്ങൻ്റെ പകുതി കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പെപ്പർ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും കൂടി വേണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.